Warm greetings to all. I am myself Abhigna Krishna R. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോൾ കോൺസെപ്റ്റ് ആൻഡ് മൊളാരിറ്റി എന്നുള്ള ടോപ്പിക്കാണ്. സോ മോൾ കോൺസെപ്റ്റ്. Before discussing mole concept, I would like to explain the things what we see in our day-to-day life. So we can just think of the air we breathe, the water we drink, and the food we eat, the clothes we wear. In all those things, we can see different types of chemical compounds. അല്ലേ? നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളിലും പലതരം കെമിക്കൽ കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പലതരം ആറ്റംസ് ആസ് വെൽ ആസ് മോളിക്യൂൾസ് ഉണ്ട്. നമ്മൾ വാട്ടർ ആയാലും H2O, നമ്മൾ ശ്വസിക്കുന്ന വായു, അവിടെ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെ പലതരം മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? അപ്പം നമ്മളെ ചുറ്റും കാണുന്ന പല പ്രോസസ്സും, അതായത് ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സും ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ്. ഓക്കെ, സോ ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അറിയണം അല്ലേ? എത്രത്തോളം കോമ്പൗണ്ട്സ് നമുക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു മെഷർമെൻറ്റ് യൂണിറ്റ് വേണം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കെമിസ്റ്റ് അതിനെക്കുറിച്ച് ആലോചിക്കുകയും ഈ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ മോൾ കോൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന വേറെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ പറയുകയാണ് ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 ഐറ്റംസ് ആണ്. ഓക്കെ, 12 സാധനത്തിന് നമ്മൾ ഒരു ഡസൻ എന്ന് പറയും. ഒരു കേസിന് എന്ത് പറയും? ഒരു കേസിൽ 24 ക്യാൻ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു പെയർ എന്ന് പറയുമ്പോൾ 2 ഐറ്റം ആണ്. ദറ്റ് ഈസ് ഒരു പെയർ ഓഫ് ഷൂസ് അല്ലെങ്കിൽ പെയർ ഓഫ് സോക്സ് എന്ന് പറയുമ്പോൾ അതിൽ 2 ഐറ്റം. ഇതുപോലെ നമുക്ക് ആറ്റത്തിനെ അല്ലെങ്കിൽ മോളിക്യൂളിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പോഴാണ് മോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത്. ഒരു മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനാണ് നമ്മളൊരു മോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു ആറ്റം ആയിക്കോട്ടെ, ഒരു അയോൺ ആയിക്കോട്ടെ, മോളിക്യൂൾസ് ആയിക്കോട്ടെ, 1 മോൾ ഓഫ് ദിസ് പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻23 നമ്പർ ഓഫ് the respective compounds. ഓക്കെ, ഇനി നമ്മൾ ഗ്യാസിൻ്റെ കേസിലാണ് പറയുന്നതെങ്കിൽ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ 1 മോൾ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് 22.4 ലിറ്റേഴ്സ്. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു ആറ്റത്തിനെ, ഒരു മോളിക്യൂളിനെ അല്ലെങ്കിൽ ഒരു അയോണിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ടേം ആണ് മോൾ എന്ന് പറയുന്നത്. ഒരു മോൾ എന്ന് പറയുമ്പോൾ അതിൽ 6.022 × 10⁻23 നമ്പർ ഓഫ് ദ റെസ്പെക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, അപ്പോൾ ഈ ഇത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മാസ് എന്ന് പറയുന്നത് അതൊരു ആറ്റം ആണെങ്കിൽ, ഇപ്പോൾ ഇത്ര നമ്പർ ഓഫ് ആറ്റംസ് ആണെങ്കിൽ അത് ഇറ്റ് ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ്. മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലർ മാസിന് ഈക്വൽ ആയിരിക്കും. അതൊരു അയണിക് കോമ്പൗണ്ട് ആണെങ്കിൽ അത് ഫോർമുല മാസ് ആയിരിക്കും. അപ്പോൾ മാസ് ഓഫ് 1 മോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ അറ്റോമിക് മാസ് ഓർ ഫോർമുല മാസ് ഓർ മോളിക്കുലർ മാസ്. ഓക്കെ, ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 മോൾ സോഡിയം എന്ന് പറയുമ്പോൾ അതിൽ ഉണ്ടാവുന്നത് 6.022 × 10⁻23 നമ്പർ ഓഫ് സോഡിയം അയോൺസ് ഉണ്ടായിരിക്കും. ആൻഡ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 23 ഗ്രാം. അതെങ്ങനെയാണ് 23 ഗ്രാം വന്നത്? ബിക്കോസ് സോഡിയത്തിൻ്റെ മാസ് 23 ആണ്. സോ ഒരു മോൾ സോഡിയത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 23 ഗ്രാം ആണ്. ഓക്കെ, ഒരിക്കലും ഒരു മോളിക്യൂൾ, ഒരു ആറ്റം, ഒരു അയൺ സോഡിയത്തിൻ്റെ മാസ് അല്ല 23. ഒരു മോൾ ഓഫ് സോഡിയം അയോണിൻ്റെ മാസാണ് 23 ഗ്രാം. ദെൻ 1 മോൾ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ 6.022 × 10⁻23 നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ മാസ് 18. സിമിലർലി ഹൈഡ്രജൻ ആറ്റത്തിൽ അത്രയും നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്, അതിൻ്റെ മാസ് 1 ഗ്രാം. NaClൻ്റെ ഇത്രയും നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റ്സ്, അതിൻ്റെ മാസ് 58.5 ഗ്രാം. ഓക്കെ, പക്ഷേ ഇത് എങ്ങനെയാണ് ഈ കോൺസെപ്റ്റിൽ അവർ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ മെൻ്റലിവ്സ് പീരിയോഡിക് ടേബിളിൽ ഓരോ ആറ്റത്തിൻ്റെയും മാസ് എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത്? കമ്പയർ ടു കാർബൺ 12 അല്ലേ? അപ്പോൾ ഇവിടെയും കാർബൺ 12നെ തന്നെയാണ് കമ്പാരിസൺ ചെയ്തത്. അതായത് അവർ ഒരു കാർബൺ ആറ്റം, ഞാൻ പറഞ്ഞു ഈ 12 എന്ന് പറയുന്നത് ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് അല്ല, അത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് കാർബണിൻ്റെ മാസാണ് 12 എന്ന് പറയുന്നത്. അത് ആവറേജ് മാസ് ആയിട്ടാണ് 12നെ കണക്കാക്കുന്നത്. അത് ഒരിക്കലും ഒരു ആറ്റത്തിൻ്റെ മാസല്ല. അപ്പോൾ ഒരു ആറ്റം ഓഫ് കാർബൺ 12ൻ്റെ മാസ് എന്ന് പറയുന്നത് 1.99 × 10⁻23 ആണ്.
ഒരു മോൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞു മോളിക്കുലർ മാസ് ആണ് 1 മോൾ ഓഫ് സാധനത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മോൾ ഓഫ് കാർബൺ 12ൻ്റെ മാസ് 12 ഗ്രാം ആണെങ്കിൽ ദെൻ ഈ 1 മോൾ ഈ 12 ഗ്രാമിൽ ആ മോളിക്കുലർ മാസിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും? സോ 12 ഗ്രാം ഡിവൈഡഡ് ബൈ ഒരു ആറ്റത്തിൻ്റെ മാസ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ആണ്. അതായത് നമ്മളുടെ ആ കാർബണിൻ്റെ ആ മാസും ഡിവൈഡഡ് ബൈ ഒരു കാർബണിൻ്റെ മാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.022 ഇൻറ്റു 10⁻23. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് എടുത്തുകൊണ്ട് ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൽ ഉള്ളത്. ആൻഡ് ദ മാസ് ഇസ് കറസ്പോണ്ടിങ് ടു വാട്ട്? ദ മോളിക്കുലർ മാസ് ഓർ അറ്റോമിക് മാസ് ഓർ ഫോർമുല മാസ് എന്നവർ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഫൈനലി അത് പറയാണ് 1 മോൾ എന്ന് പറയുന്നത് ഇതിനെ 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ അറ്റോമിക് മോളിക്കുലർ മാസ് ഓഫ് ഫോർമുല മാസ്. അപ്പോൾ അതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ നമ്പർ ദിസ് ഒരു മാജിക്കൽ നമ്പർ അല്ലേ? ഈ നമ്പറിന് പറയുന്നതാണ് അവഗാഡ്രോ നമ്പർ. അതായത് അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് മാസ്, മോളിക്കുലർ മാസ് അല്ലെങ്കിൽ ഫോർമുല മാസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇനി എന്താണ് മോളാർ മാസ്? മോളാർ മാസ് എന്ന് പറയുന്നത് ആ 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ മാസ് ഇൻ ഗ്രാംസിലാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ മാസത്തിനാണ് 18.02. അപ്പോൾ മോളാർ മാസ് പറയുമ്പോൾ ഗ്രാം പെർ മോൾ. ഇനി സോഡിയം ക്ലോറൈഡിൻ്റെ മോളാർ മാസ് എന്താണ്? അതായത് അത് നമ്മൾ ഗ്രാംസിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഇതാണ് അതിൻ്റെ മോളാർ മാസ് 58.5 ഗ്രാം പെർ മോൾ. ഓക്കെ, ഇനി കുറച്ച് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഇക്വേഷൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്ന് ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് വെയിറ്റ് ഓർ മോളിക്കുലർ വെയിറ്റ്. ഫോർ എക്സാമ്പിൾ അതായത് ഞാൻ ഇവിടെ പറയാണ്, നിങ്ങൾക്കൊരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഒരു അൺനോൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ മാസ് അതിൻ്റെ അറ്റോമിക് വെയിറ്റ് ഓർ മോളിക്കുലർ വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യം എന്താണ്? 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് ആണ് ആ താഴെ കിടക്കുന്നത്, അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ്. അതായത് നമുക്ക് തന്നിട്ടുള്ള സാധനം നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 5 ഗ്രാം തന്നാണെങ്കിൽ വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് 5 ഡിവൈഡഡ് ബൈ ആ പർട്ടിക്കുലർ സാധനത്തിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അറ്റോമിക് വെയിറ്റ് ഓർ മോളിക്കുലർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്പർ ഓഫ് മോൾസ് കിട്ടും അല്ലേ? ബിക്കോസ് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഇത് വെയിറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനായി. ഇനി വോള്യൂം വെച്ചിട്ടാണെങ്കിലോ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയാം. അറ്റ് STP കണ്ടീഷൻ വോള്യൂം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് 22.4 ആണ്. അങ്ങനെയെങ്കിൽ ന്യൂമറേറ്ററിൽ നമുക്ക് ജസ്റ്റ് തന്നിട്ടുള്ള ചോദ്യത്തിലുള്ള അൺനോൺ വോള്യൂം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി നമ്പർ ഓഫ് മോൾസ് വിത്ത് പാർട്ടിക്കിൾസ് ആണെങ്കിലോ നമുക്ക് അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയാവുന്ന എന്താണ്? 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും ഒരു മോളിൽ. അപ്പം ഡിനോമിനേറ്ററിൽ 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഇവിടെ അതിൻ്റെ വോള്യൂം, ഇത് അതിൻ്റെ വെയിറ്റ്. അൺനോൺ സാധനം ന്യൂമറേറ്ററിൽ ഇടുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മളിത് ഒരു ആറ്റത്തിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ എന്താണ്? നമുക്കറിയാം അതിൻ്റെ അറ്റോമിക് വെയിറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ ഒരു ആറ്റത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23. അതുപോലെ ഇനി ഒരു മോളിക്യൂളിൻ്റെ ആണെങ്കിലോ വാട്ടറിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്താണ്? 18 ഡിവൈഡഡ് ബൈ ഈ അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ഇക്വേഷൻസ്. ഇത് ഒരിക്കലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു 2 എക്സാമ്പിൾസ് പറയാം. Calculate the number of copper atoms in 0.63 gram of copper. Okay, ഇതിൽ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 63.5 ഗ്രാം പെർ മോൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എഴുതണം. നമുക്ക് ആദ്യം അറിയാം ഈ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഏതിലുണ്ടായിരിക്കും? ഇതിൻ്റെ അറ്റോമിക് മാസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ
ഈ 0.635 ഗ്രാമിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവുമെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവഗാഡ്രോ നമ്പറിൽ ഇത്രയാണെങ്കിൽ ഇതിൽ എത്രയാണ് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ 63.5 ഗ്രാമിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ എത്രയുണ്ട് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സി നമുക്കിവിടെ ആൻസർ കിട്ടി. അത്രേ ഉള്ളൂ. ഇത്ര നമ്പർ ഓഫ് കോപ്പർ ആറ്റംസ്. അതൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് നെക്സ്റ്റ് അടുത്ത് നോക്കാം. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 11.2 ലിറ്റേഴ്സ് ഓഫ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതായത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിൽ ബി പ്രസന്റ് ഇൻ 22.4 ലിറ്റേഴ്സ്. അങ്ങനെയെങ്കിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് 11.2 ലിറ്റേഴ്സിൽ? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സോ ജസ്റ്റ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിലും അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മൊളാരിറ്റി? മൊളാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ടേം. അതൊരു മോൾ കോൺസെപ്റ്റിന് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ടേം ആണ്. ഒരു സൊല്യൂഷൻ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കണം, ഇത്ര നോർമൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരു ടേം ആണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതായത് ഒരു ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നുള്ള ഒരു കണക്കാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് എന്ത് പറയാം? ന്യൂമറേറ്ററിൽ മോളാണ്, ഡിനോമിനേറ്ററിൽ ലിറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ. അല്ലെങ്കിൽ ഒരു ഷോർട്ടായിട്ട് നമുക്ക് മൊളാരിറ്റി മോളാർ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ what is the molarity of a solution that contains 5.5 gram of HCl molar mass തന്നിട്ടുണ്ട് dissolved in enough water to make 250 ml of solution. അപ്പോൾ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, അതിനുശേഷം അതിൻ്റെ എല്ലാ യൂണിറ്റും സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഹിയർ 250 ml ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ല, അത് നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബിക്കോസ് നമുക്കിവിടെ കൃത്യമായി തന്നിട്ടുണ്ട് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്ററിന്. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം, നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗിവൺ മാസ് 5.5 ഗ്രാം ആണ്, വോളിയം ഓഫ് സൊല്യൂഷൻ 250 ml ആണ്. ഓക്കെ, നമുക്കറിയാം 250 ml ലിറ്ററായി കൺവേർട്ട് ചെയ്യണം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം എന്താണ്? ഒരു ലിറ്ററിൽ 1000 ml ആണ്. അങ്ങനെയെങ്കിൽ 1 ml ഈ 1000 ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെയെങ്കിൽ 10⁻³ ആവില്ലേ? അങ്ങനെയെങ്കിൽ 250 ml നമ്മൾ എങ്ങനെ ലിറ്ററായി കൺവേർട്ട് ചെയ്യും? ഇൻറ്റു 10⁻³ അപ്പോൾ ആദ്യം നമ്മൾ 250 ml ലിറ്ററായി കൺവേർട്ട് ചെയ്തു. ഇനി അപ്പോൾ നമുക്ക് ഈ മൊളാരിറ്റിയിൽ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ കിട്ടി. ഇനി അടുത്ത് നമുക്ക് ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അറിയില്ല. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം ഡിനോമിനേറ്ററിൽ വെച്ചിട്ട് തന്നിട്ടുള്ള സാധനം ന്യൂമറേറ്ററിൽ വെക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം എന്താണ്? 36.5. അതിൽ 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ മാസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് തന്നിട്ടുള്ള മാസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്, ദറ്റ് ഈസ് 5.5 ഗ്രാം ഡിവൈഡഡ് ബൈ 36.5. അപ്പോൾ നമുക്ക് ഇത്ര നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ ഇവിടെ മോൾസും കിട്ടി, ലിറ്റേഴ്സും കിട്ടി. അപ്പോൾ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ദ മൊളാരിറ്റി. മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. അപ്പോൾ ഇത് മോൾ പെർ ലിറ്റർ. ഇതാണ് ഇതിൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദീസ് 2 ടോപ്പിക് ആർ ക്ലിയർ. സോ താങ്ക് യു.